ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ മംഗളവാർത്തക്കാലം 1-ാം ഞായർ, ഈ ഞായറാഴ്ച നമുക്ക് വിചിന്തനത്തിനായിട്ടുള്ള സുവിശേഷ ഭാഗം ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് സക്കറിയ പുരോഹിതന് ലഭിക്കുന്ന അരുളപ്പാടാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം. ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ സക്കറിയ പുരോഹിതനെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ച് പറയുകയാണ്. അവർ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നീതിനിഷ്ഠരും, ദൈവകൽപ്പനകൾ, കർത്താവിൻ്റെ പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠനായ, ദൈവകൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കുന്ന പുരോഹിതനായ സക്കറിയ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവിക ധൂപാർപ്പണ ശുശ്രൂഷ ചെയ്യുമ്പോൾ, വചനം പറയുകയാണ് ലൂക്കാ 1:10, പുറത്ത് ദൈവജനം ധൂപാർപ്പണ സമയം മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവത്തിനു മുമ്പിൽ കുറ്റമറ്റ വിധം കൽപ്പനകൾ പാലിക്കുന്ന നീതിനിഷ്ഠനായ സക്കറിയ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവജനം ആ സമയം മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാകുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കുറ്റമറ്റ വിധം ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതരും അവരോടൊപ്പം ആ പ്രാർത്ഥന സമയം മുഴുവനും പ്രാർത്ഥിക്കുന്ന ദൈവജനവും ചേരുന്നിടത്താണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, കർത്താവിൻ്റെ സാന്നിധ്യം കൂട്ടിക്കൊണ്ട് വരപ്പെടുന്നത്. പഴയ നിയമത്തിലെ മക്കബായരുടെ 2-ാം പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ അവിടെയും നമ്മളൊരു പുരോഹിതൻ്റെ ചരിത്രം പഠിക്കുന്നുണ്ട്. ഓനിയാസ് എന്നാണ് പ്രധാന പുരോഹിതൻ്റെ പേര്. ഓനിയാസ് പ്രധാന പുരോഹിതൻ്റെ കാലത്ത് ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിന് ഭീഷണി ഉണ്ടാകുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്, ഓനിയാസും ദൈവജനവും മുഴുവനും പ്രാർത്ഥിക്കുന്നു. 2 മക്കബായർ 3:15 വചനം പറയുകയാണ്, പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രം ധരിച്ച് ദേവാലയത്തിൽ ബലിപീഠത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം, അവരോടൊപ്പം ദൈവജനം അവർ കരങ്ങളുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർ ദേവാലയത്തിന് പുറത്ത് സാഷ്ടാംഗം വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് 2 മക്കബായർ 3:26 കരുത്തരായ 2 ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ദേവാലയത്തെ നശിപ്പിക്കാൻ വരുന്ന വിജാതീയ സേനയെ പ്രഹരിച്ച് പുറത്താക്കുന്നു. അപ്പോൾ ദേവാലയത്തിൽ ബലിപീഠത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണുകിടന്ന് പ്രാർത്ഥിക്കുന്ന പുരോഹിതനും അവരോടൊപ്പം പ്രാർത്ഥിക്കുന്ന ദൈവജനവും, അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി തിരുസഭയിൽ വെളിപ്പെടുന്നത്. പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ ചരിത്രം നമുക്കറിയാം. പുറപ്പാട് ചരിത്രം, ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാനാൻ നാട്ടിൽ എത്തിച്ചേരുകയാണ്. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, അത്ര 40 വർഷം സഞ്ചരിക്കേണ്ട ദൂരമില്ല, ഏകദേശം 600-ലധികം കിലോമീറ്ററുകളെ ദൂരമുള്ളൂ. പക്ഷേ ഇത്രയും വർഷം അവർ മരുഭൂമിയിലൂടെ അലയാനുള്ള ഒരു കാരണം ബൈബിൾ പറയുന്നത്, പുറപ്പാട് 33:15 മോശ ദൈവത്തോട് സ്നേഹിതനോടെന്ന പോലെ സംസാരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 7:39 പറയുന്ന പോലെ ദൈവജനത്തെക്കുറിച്ച് പറയുകയാണ്, അവർ ദൈവത്തെ നിരാകരിച്ചു, പിതാക്കന്മാരെ അനുസരിച്ചില്ല, ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ദൈവത്തോട് സ്നേഹിതനോടെന്ന പോലെ മുഖാഭിമുഖം സംസാരിക്കുന്ന മോശ പ്രവാചകനും അഥവാ പുരോഹിതനും, എന്നാൽ ഇവിടെ ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിഞ്ഞ ദൈവജനവും. അതുകൊണ്ടാണ് ഇത്രയും കാലം മരുഭൂമിയിലൂടെ അലയേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നൊയമ്പ് കാലത്ത്, ഈ മംഗളവാർത്ത കാലത്ത് നമുക്ക് ദേവാലയത്തിൽ നീതിനിഷ്ഠരായി ദൈവകൽപ്പനകൾ പാലിച്ച് ബലിയർപ്പിക്കുന്ന പുരോഹിതരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനവും ഒരുമിച്ച് ചേരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ കൂടുതൽ വെളിപ്പെടും. അങ്ങനെ ഒരുമിച്ച് ചേരുന്ന വേദിയാണല്ലോ പരിശുദ്ധ കുർബാന. ഈ മംഗളവാർത്ത കാലം മുഴുവൻ പരിശുദ്ധ കുർബാനയുടെ ഒരു കാലമായിട്ട് മാറട്ടെ. വിശുദ്ധ പാദ്രേപ്പിയോ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് സൂര്യനുദിക്കാത്തൊരു പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും, പക്ഷേ പരിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുക സാധ്യമല്ല. ഈ വരുന്ന 25 ദിവസവും അനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുപ്പിറവിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.